കാക്കനാട് ഇടച്ചിറ ജംഗ്ഷനിലാണ് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് വെറും 2.5 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ കാക്കനാട് ഇടച്ചിറ ജംഗ്ഷനിലാണ് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് വെറും 2.5 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 4.3. കാക്കനാട് കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് സീപോർട്ട് റോഡിലാണ്. അവിടേക്ക് 4.3. ഇടപ്പള്ളി ഭാഗത്തേക്ക് 6.7 കിലോമീറ്റർ. കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് 5.4 കിലോമീറ്റർ. ആലുവ ഭാഗത്തേക്കാണെങ്കിൽ 9.7 കിലോമീറ്റർ. ഇനിയിപ്പോ നിങ്ങൾക്ക് തൃപ്പൂണിത്തുറയിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ വെറും 14 കിലോമീറ്റർ ആണ്. എയർപോർട്ട് വളരെ ഈസിയാണ്. 18 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എയർപോർട്ടിലേക്ക് എത്താം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം 10ഓളം വീടുകളാണ് വരുന്നത്. മെയിൻ റോഡ് എന്ന് പറയുന്നത് നമുക്ക് ടാർ റോഡാണ്. അതിനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ ഒരു വില്ലകളിലേക്കുള്ള വഴി വരുന്നത്. ഇടച്ചിറ ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്റർ. നമുക്ക് തേവയ്ക്കൽ ജംഗ്ഷൻ നോക്കുവാണെങ്കിൽ 1.5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഈ കാണുന്ന വില്ലകൾ 2 സൈഡിലായിട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3-4 വീടുകൾ സെയിലായി, 1-2 വീടുകളിലൊക്കെ ആളുകൾ താമസമായതാണ്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. മെയിൻ റോഡ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വില്ലകളുടെ നടുവിലൂടെ കടന്നു പോകുന്നത് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വീതിയുള്ള വഴിയാണ്. 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാം. ഇതിന്റെ ബാക്കിയുള്ള സ്പെക്കൊക്കെ നോക്കുവാണെങ്കിൽ 4,300 ആണ് ലാൻഡ് വരുന്നത്. 2,114 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. നമുക്ക് ഇതിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ഡിസൈൻ ആണ്. വൈറ്റ് കളർ പെയിന്റ് ആണ്. ചെറിയൊരു മിഡിൽ പോർഷനിലായിട്ട് ബ്രിക്ക് മോഡലുള്ള വർക്ക് വരുന്നുണ്ട്. അവിടെ 2 ചെറിയ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് 2 ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ലേസർ കട്ട് ഡിസൈൻ ആണ്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. വളരെ ഭംഗിയായിട്ടാണ് ബ്രിക്ക് മോഡൽ വർക്കുകൾ വരുന്നുണ്ട്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ബാൽക്കണിയുടെ പോർഷനൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളാണ്. അവിടെയും നമുക്ക് ആ ഒരു ബ്രിക്ക് മോഡൽ ഒരു വോള് കിട്ടുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള പെയിന്റും അതുപോലെ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡ് ആണ്. നേരെ വരുന്നത് കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചിന്റെ പോർഷൻ നോക്കുവാണെങ്കിൽ കോബിൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 1ാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. 2ാമത്തെ കാർ വീടിന് റൈറ്റ് സൈഡിലും പാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഗ്രാസിന്റെ വർക്കും കൂടെയാണ് അവിടെ ഇനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. കാർ പോർച്ച് നിങ്ങൾ കണ്ടു, കവേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഷോ ലൈറ്റുകളും ഒക്കെ വരുന്നുണ്ട്. വീടിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് 2ാമത്തെ കാർ പാർക്കിംഗ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടേക്ക് നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വീടിന്റെ വർക്കുകൾ ജസ്റ്റ് ഫിനിഷിംഗ് ആയതുകൊണ്ടാണ് ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊന്നും നടക്കാത്തതും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടാത്തതും. വീട് പെട്ടെന്ന് സെയിൽ ആവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ആദ്യം തന്നെ വന്ന് കവർ ചെയ്തത്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറച്ചും കൂടി വൃത്തിയാക്കാനുണ്ട്. ബാക്ക് സൈഡിലേക്ക് നമുക്ക് അതുപോലെ തന്നെ പെബിൾസോ ടൈലോ ഒക്കെ വിരിക്കാനുള്ള വർക്കാണ്. അവിടെയും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. നമുക്ക് കിണർ കൂടാതെ ഇവിടെ KWയുടെ കണക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള വാട്ടർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന് ലെഫ്റ്റിലേക്കുള്ള ഈ ഒരു വഴി വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കിച്ചന്റെ പോർഷൻ ആണ്. കിച്ചന്റെ ഡോർ ആണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനുള്ള ഫ്ലോറിന്റെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലുള്ള പോർഷൻ ആണ്. ഇവിടെ നമുക്ക് തറ കുറച്ച് ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്ന് ഇവിടേക്ക് ഇറങ്ങാനായിട്ട് ഒരു എൻട്രൻസ് കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു പാഷ്യോ ഏരിയ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർക്കുകളാണ് നടക്കുന്നത്. ഈ ഭാഗത്ത് കംപ്ലീറ്റ് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വഴി കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. വീടിന്റെ സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. 2 പീസിലാണ് മെയിൻ ഡോർ വരുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ഇതിന്റെ അളവായിട്ട് നമുക്ക് എടുക്കാവുന്നത്.
ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ ബാക്കിയുള്ള ചെറിയ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടൊരു ഷാൻലിയർ അവിടെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ചുറ്റിനും LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഈ ഒരു റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകൾ ഭാഗത്തും നല്ല രീതിയിൽ വെളിച്ചം കടക്കാനായിട്ട് വലിയൊരു ഗ്ലാസ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ വോൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഫ്ലോറിന് മാച്ച് ആവുന്ന ഷെയ്ഡ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഗോൾഡൻ ബീഡിങ് വരുന്നുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ക്ലോസ്ഡ് കബോർഡുകളാണ്. റൈറ്റ് സൈഡിൽ നോക്കിയാൽ ക്ലോസ്ഡ് കബോർഡുകളും ഉണ്ട്, ഓപ്പൺ ഷെൽഫുകളും കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസിന്റെ ഒരു പോർഷൻ നമുക്ക് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുവാണെങ്കിൽ PVC പാനലിങ്ങും അതുപോലെ തന്നെ ചെറിയ സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. 12 അടി നീളവും 9 അടി വീതിയുമുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പുകളിലൊക്കെ നോക്കിയാൽ കാണാം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഇതിന്റെ താഴെയുള്ള ഭാഗവും നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൺവെർട്ട് ചെയ്തെടുക്കാം. ഇൻവെർട്ടർ പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്താലും നല്ല രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കിട്ടുന്നതാണ്. ഇതിന്റെ നേരെ റൂഫ് നോക്കുവാണെങ്കിലും ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് മെയിൻ പോർഷൻ വരുന്നത്. അവിടെയും ഭംഗിയായിട്ട് നല്ലൊരു ഷാൻലിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് ഇതിനെ കുറച്ച് ഭാഗങ്ങളെല്ലാം തന്നെ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസിൽ നിന്ന് ഇതുപോലെ കുറച്ച് വിൻഡോസ് വരുന്നുണ്ട്. മിഡിൽ പോർഷനിൽ ഡോർ ആണ്. അത് രണ്ടും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇറങ്ങാൻ പറ്റുന്നത് പാഷ്യൂ ഏരിയയിലേക്കാണ്. പാഷ്യൂ ഏരിയയുടെ വർക്കുകളെല്ലാം ഓൺഗോയിങ് ആണ്. പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ഗോൾഡൻ കളർ വരുന്ന പൈപ്പ് ഫിറ്റിംഗ് ആണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡിലുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ വുഡൻ പാനലിംഗ് വരുന്നുണ്ട്. ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന റൂഫിന്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റിലാണ്. അതിന്റെ താഴെ നോക്കിയാൽ കാണാം കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടില് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. വാഷ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഒരു പോർഷൻ LED സ്ട്രിപ്പുകളും ബാക്കിയെല്ലാം ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ്. അനാവശ്യമായ യാതൊരു വർക്കുകളും ചെയ്തിട്ടില്ല. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. നമ്മൾ അധികം ഒന്നും കാണാത്തൊരു ഡിസൈൻ ആണ് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഡ്രസ്സിംഗ് ടേബിളിനുള്ള ആ ഒരു ഫെസിലിറ്റി കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് മറ്റൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. മിറർ വയ്ക്കാനുള്ള വർക്കുകൾ, അങ്ങനെയുള്ള ചെറിയ വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഡ്രോയിങ് കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ്. ഫിറ്റിംഗ്സ് ജാഗ്വാറിന്റെയാണ്. പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സുപ്രീമിന്റെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്, സ്വിച്ചസ്, കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം ഇവിടെ കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വലിയ ബെഡ്റൂം തന്നെയാണ്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ആ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകൾ സെയിം മോഡൽ തന്നെയാണെങ്കിലും സ്ലൈഡിംഗ് ഡോറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും അതുപോലെ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഇവിടെയും ജാഗ്വാറിന്റെ തന്നെയാണ്. ഇവിടുത്തെ ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ഗ്രേയുടെ കൂടെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെയാണ് വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് എൻട്രൻസ് വരുന്നത്. സിമ്പിൾ ആയിട്ടുമാണ്. 2 ഹാങ്ങിങ് ലൈറ്റ് എൻട്രൻസിൽ തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാം. വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് പോർഷനും വൈറ്റ് കളർ ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നല്ല വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. താഴെ വരുമ്പോൾ ഒരു ബീജ് ഷെയ്ഡിലും കൂടെയാണ് അത് കൊടുത്തിരിക്കുന്നത്.
ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയത്തിലെല്ലാം തന്നെ ഗ്രേ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പും വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ അവിടെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് ലാൻഡിങ്ങിന്റെ അവിടെ നമുക്ക് ഇതേപോലെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിറയെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബാൽക്കണിയും ഇവിടെ കിട്ടുന്നുണ്ട്. കവേർഡ് ആയിട്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. വലിയൊരു ഹാളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ഏരിയ ആ ഒരു ഷാലിയർ ഒക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. ഇവിടുത്തെയൊക്കെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. സ്റ്റെപ്പ് കയറി ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോർ വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ യൂട്ടിലിറ്റി റൂമാണ്. നമുക്കൊരു റൂം പോലെ തന്നെ കംപ്ലീറ്റ് കോൺക്രീറ്റിൽ തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നമുക്ക് ഫാൻ ഇടാനുള്ള പ്രൊവിഷൻ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സെർവന്റ് റൂമായിട്ടോ അത്യാവശ്യം ഗസ്റ്റ് വന്നാലോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. യൂട്ടിലിറ്റി റൂമിന് സേഫ് ആയ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. സേഫ് ആയിട്ട് ഹാൻഡ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു കഴിഞ്ഞു. താഴെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു. മുകളിൽ നമുക്കിത് ഇവിടെ ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ കാണാനുള്ളത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ബെഡ്റൂം സൈസ് 14 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസും ആ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ബോർഡ്റൂമുകളെല്ലാം തന്നെ സെയിം ഡിസൈനിലാണ്. ഇവിടെയും സ്ലൈഡിംഗ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാത്റൂമുകളെല്ലാം ഒരുപടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം തെറിച്ച് പുറത്തേക്ക് വരില്ല. ഈ ഒരു ബാത്റൂമിനകത്ത് കംപ്ലീറ്റ് ഒരു ഗ്രേ കളറാണ് ടൈലുകൾ വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കൊരു 4ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഒരു കോർണർ പോർഷനിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഗ്ലാസ് ആണ്. നമുക്ക് ഇവിടെ കയറി നിൽക്കാവുന്ന രീതിയിൽ നല്ല സേഫ് ആയ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. താഴെ നമ്മുടെ വാഷ് ഏരിയ ആണ്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് നേരെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടുന്ന് സൺലൈറ്റ് വരുന്നത് നമുക്ക് കാണാം. അവിടെ ഇട്ടിരിക്കുന്നതും ഗ്ലാസ് തന്നെയാണ്. നമുക്ക് നേരെ സ്കൈ ആണ് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. നമ്മുടെ 4ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 13 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബുകൾ സെയിം ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ഡ്രോസ് വരുന്നുണ്ട്. മിറർ കൂടിയാണ് ഇനി ഫിറ്റ് ചെയ്യാനുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രേ കളർ ടൈലുകളാണ് വരുന്നത്. ഈ ഒരു റൂമിന്റെ വിൻഡോസിന്റെ മിഡിലായിട്ട് നമുക്ക് ഡോറുകളാണ് കിട്ടുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലേക്കാണ് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് പോർഷനിലൂടെ പോകുന്ന റോഡാണ് വിസിബിൾ ആയിട്ടുള്ളത്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഇട്ടിട്ടുണ്ട്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു പാസേജിലൂടെ വരുമ്പോൾ ഇവിടെയാണ് ബാൽക്കണിയുടെ ഡോറ്. ഇവിടെ നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഷാൻലിയർ ഒക്കെ അതായത് ലിവിംഗ് സ്പേസ് ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. ബാൽക്കണി നോക്കുവാണെങ്കിൽ വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്കിവിടെ ബാൽക്കണിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ വലിയൊരു റൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുറ്റിനും നോക്കുവാണെങ്കിൽ കാണാം കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടും കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും ടഫിന്റെ ഗ്ലാസുമാണ് ഇട്ടിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഇവിടെ ഏകദേശം 10ഓളം വില്ലകൾ വരുന്നുണ്ട്. 3 വീടുകൾ സെയിലായി, 2 ആളുകൾ താമസമായിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് ഇടച്ചിറയിലാണ് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇടച്ചിറ ജംഗ്ഷനിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ 2.5 കിലോമീറ്റർ മാത്രമാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം. തേവക്കൽ ജംഗ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ 1.5 കിലോമീറ്ററും. 10 വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4,300 ആണ് ലാൻഡ് അളവ് വരുന്നത്.
2114 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളുണ്ട്. 4 ബാത്റൂമുകളും വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും KW വാട്ടറും കിട്ടുന്നുണ്ട്. 4.3 സെന്റ് ലാൻഡിൽ 2114 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഓണർ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,16,00,000 രൂപയാണ്. 1.16 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ മാർബിൾ ഹോംസ് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട, നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.